അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം, ഒരു മാനേജിങ് സ്കിൽ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലൂടെ മാത്രമേ ലോകത്തെവിടെയും വൻകിട പദ്ധതികൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ് ഇന്നത്തെ ഈ ദിവസം. ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ്. നാൾവഴികളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ഈ പദ്ധതി തന്നെ നിലച്ചു പോയേക്കുമെന്ന് കരുതുന്ന ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സന്ദർഭത്തിൽ എത്ര ഫലപ്രദമായാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത്. ഇവിടെ 100 കോടിയാണ് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചതെന്ന് കണക്ക് പറഞ്ഞു. ഇനിയും മുടക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇവിടെ പ്രഖ്യാപിക്കുന്നു. ജനങ്ങളെയാകെ ചേർത്ത് നിർത്തുന്ന, തദ്ദേശീയരെ കൈകാര്യം ചെയ്യുന്ന, അവരെ പരിഗണിക്കുന്ന ഗവൺമെൻറ് ഈ നിലപാടിനെ സ്ഥലം MLA തന്നെ ഇവിടെ ശ്ലാഘിക്കുന്നു. അങ്ങനെ ജനങ്ങളെയാകെ ചേർത്ത് നിർത്തിയപ്പോഴും അവരെ കേട്ടപ്പോഴും ഒരു ഡിമാൻഡിൻ്റെ മുമ്പിൽ ഗവൺമെൻറ് മുട്ടുമടക്കിയില്ല. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അവിടെയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആവശ്യം? അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കണമെന്നതായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കാൻ സന്നദ്ധമല്ലെന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉണ്ടായത് എൻ്റെ ഉറച്ച വിശ്വാസം ഈ തുടർ ഗവൺമെൻറ്റിൻ്റെ, രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു സവിശേഷതയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഏതെല്ലാം നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നു. ഇതിലൂടെ നമ്മുടെ രാജ്യം തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ തല ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നാടും ഈ ഇച്ഛാശക്തിയും ഈ നാടിൻ്റെ ഒത്തൊരുമയും കാരണമായി മാറുന്നു എന്നത് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്, ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.